എന്നെ ഊരുകയാണോ അതോ നീ കറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണോ? എന്നെ ഊരാൻ വേണ്ടി ചോദിച്ചാണോ അതോ ടാസ്ക് ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ആ സമയത്ത് ഊരാണോ മോനെ എന്നുള്ള സാധനം ചോദിച്ചിട്ടുണ്ടാവുക. ഫയർ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാരും നല്ല കാര്യങ്ങൾ മറന്നുപോയിട്ട് ബാഡ് കാര്യങ്ങൾ മാത്രമേ ഓർക്കാറുള്ളൂ. ബിഗ് ബോസിലെ വീക്കെൻഡ് എപ്പിസോഡുകൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് തന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം അത്രയധികം അതിന് വ്യൂസും കാര്യങ്ങളും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണത്. ആ 2 ദിവസം ശനി ഞായർ എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങളാണ്. ഈ കഴിഞ്ഞ ശനി ഞായർ, അതായത് ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ നമുക്കറിയാം ആര്യൻ കദൂരിയ എന്ന് പറയുന്ന ഒരു വളരെ മോശം കണ്ടസ്റ്റന്റ് എന്ന് തന്നെ ഞാൻ പറയും. ബിഗ് ബോസിൽ വന്നതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഈ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടതോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി, ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ച് ലാലേട്ടനെ പോലും വളരെ മോശം രീതിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി ആര്യൻ കദൂരിയ. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഈ നമ്മുടെ ലാലേട്ടൻ ഫാൻസ് അടക്കമുള്ള ആൾക്കാര് ഇതെന്തായാലും സഹിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ ഫാൻസ് എന്നല്ല, ലാലേട്ടൻ ഇഷ്ടമല്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം അത്രയും ആൾക്കാർക്ക് ലാലേട്ടൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മളൊക്കെ കാത്തിരുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ആ എപ്പിസോഡിൽ ലാലേട്ടനെ വളരെ മോശം രീതിയിൽ ഒരു കണ്ടസ്റ്റന്റ് അപമാനിക്കുക എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ലാലേട്ടൻ ഒരു നിമിഷം സ്റ്റെക്കായി പോകുന്നൊരു മൊമെന്റ്, അത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഇവിടെ സ്റ്റെക്കായി പോവാണ്. എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആയി പോവാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് വീട്ടിൽ. കാരണം ഈ ഒരു കണ്ടസ്റ്റന്റ് അവിടെ പോയത് തൊട്ട് ഇന്നേ വരെ ഈ ഒരു കണ്ടസ്റ്റന്റിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തോ വലിയ കാര്യമാണ്, അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായിട്ടാണ് ഈ വ്യക്തി അവിടെ നിൽക്കുന്നത്. ഇന്നേ വരെ ബിഗ് ബോസ് ചരിത്രത്തിൽ, അതായത് എല്ലാ കണ്ടസ്റ്റൻസിനും പോസിറ്റീവ് പറയാനും നെഗറ്റീവ് പറയാനും ആൾക്കാരിട്ടു. നമ്മൾ കണ്ടത് വെച്ചാൽ എല്ലാ ബിഗ് ബോസിലും വരുന്ന കണ്ടസ്റ്റൻസിൽ ഏത് ബിഗ് ബോസിനെ എടുത്താലും ശരി, അതില് അതായത് ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്ത് തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്നത് പോലെ ഈ ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, ഒരാൾ തെറ്റ് പറയുന്ന സമയത്ത് അയാളെ ന്യായീകരിക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കണ്ടസ്റ്റന്റിനെ വെറുക്കുന്നവരായിരിക്കും കൂടുതലും. ഈ ഒരു കണ്ടസ്റ്റന്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരാൾ പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇറിറ്റേറ്റിംഗ്, അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടസ്റ്റന്റ്. ഞാൻ എന്തായാലും വിഷയത്തിലേക്ക് വരാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. കാരണം ഈ ശനിയാഴ്ച നടന്ന എപ്പിസോഡിൽ വളരെ മോശം രീതിയിൽ തന്നെ ആര്യൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ എപ്പിസോഡ് വരുന്ന സമയത്തും ഓരോരോ ദിവസം കഴിയും തോറും ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ മുഖം മൂടി പൊളിഞ്ഞു വീണ് എക്സ്പോസ്ഡ് ആയി ആ ഒരു ആളുടെ തനി നിറം പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത, പക്വതയില്ലാത്ത, ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയാത്ത, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, അത്രയും തറ ലെവലിലുള്ള ഒരു ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ ഞാൻ പറയും. ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ പറയും. കാരണം ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. കാരണം നമ്മുടെ ലാലേട്ടനെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ കണ്ടസ്റ്റന്റിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വന്നേക്കുന്നത്. ആര്യൻ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ അർഹിക്കുന്നോ അത്രയും രീതിയിലുള്ള കാര്യങ്ങൾ കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അവൻ ചെയ്ത ഓരോരോ കാര്യത്തിനും ആ കണ്ടസ്റ്റൻസിന് എണ്ണി മറുപടി കൊടുത്തിരുന്നു ലാലേട്ടൻ. അതിന്റെ ഒരു റിവെഞ്ച് എന്നോണമാണ് ഇവൻ ഈ കഴിഞ്ഞ, അതായത് സൺഡേയിലെ എപ്പിസോഡിൽ, വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ മോശം രീതിയിലുള്ള കുറെ കാര്യങ്ങൾ കാഴ്ചവെച്ചേക്കുന്നത്. അതായത് ഒരു പക്വതയില്ലാത്ത, ഒരാളെ റെസ്പെക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാത്ത ഒരു വ്യക്തി. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ആ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. കാരണം ഇത് ബിഗ് ബോസ് പറയും, അപ്പോഴേ ഇത് ഊരാവുള്ളൂ, ഊരിയാൽ അതിന് വേറെ പണി കിട്ടും. ഇതാണ് സ്റ്റാർട്ടിങ്. അതായത് ഒരു മുട്ട പോലത്തെ സംഭവം അവർക്ക് കൊടുക്കുകയാണ് തലയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് കൊടുത്ത സമയത്ത് കുറച്ച് പേർക്ക് കൊടുക്കുകയാണ് ഒരു ടാസ്ക് പോലെ ആക്കിയിട്ട്. അത് ആര്യന്റെ തലയിലും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഊരാൻ പാടില്ല എന്ന് പറയുന്നു. ആര്യൻ അത് ഊരിയിട്ട് കയ്യിൽ പിടിക്കുന്നു. പിന്നീട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അത് ഇടണം എന്ന് പറയുന്നു. അപ്പൊ ഇനി ഇത് ഊരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്
ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാണ്. ഇതിന് ശേഷമാണ് ഇനി കുറച്ച് കാര്യങ്ങൾ വരുന്നത്. അനുമോൾ വെക്കോ? കുളിക്കുമ്പോ ഊരാൻ പറ്റുമോ? മോനെ കുളിക്കുമ്പോ കുളിക്കാറുണ്ടോ എല്ലാരും? കുളിക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാം? കുളിക്കുമ്പോ അത് ഊരി വെക്കുക, കുളിക്കുക, നന്നായിട്ട് തല തോർത്തിയ ശേഷം തലമുടി ചീവിട്ട് വീണ്ടും. ഇവന്റെ ആദ്യത്തെ സംശയം ഇതാണ്, അതായത് ഈ കുളിക്കുമ്പം ഈ മുട്ട തലയിലുള്ള സാധനം ഊരി വെക്കാൻ പറ്റുമോ? അത് തന്നെയാണ് ഇവന്റെ ഏറ്റവും വേഴ്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം കോമൺ സെൻസ് എല്ലാവർക്കും മനസ്സിലാവും ഇത് എന്താ പറയണത്, ഇത് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് പോലെയാണ് ചോദിക്കുന്നത്, ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ലാലേട്ടൻ ആയതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് കേട്ടപ്പം ആ രീതിയിലുള്ള മറുപടി കൊടുത്തത്, പോട്ടേന്ന് വെച്ചിട്ടുള്ള മറുപടി കൊടുത്തത്. ഇത് കഴിഞ്ഞ ശേഷം അവന്റെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടി കേൾക്കാം. വേറെ സംശയം വല്ലതും ഉണ്ടോ? ഉറങ്ങുമ്പോ ഇടണോ? ഉറങ്ങുമ്പോ ഇടണോന്ന്, അതായത് കിടക്കുമ്പോ ഇടണോ, ഉറങ്ങുമ്പോ ഇടണോ, അവനെ കുളിക്കുമ്പോ ഇടണോ, അവന് ടോയ്ലറ്റിൽ പോകുമ്പോ ഇടണോ, അവൻ എന്തൊക്കെയാണ് അവൻ അറിയേണ്ടത്? അതായത് വളരെയധികം പ്യുവറായിട്ട് ശരിക്കും സത്യത്തിൽ അങ്ങ് ഇൻസൾട്ട് ചെയ്യാണ്. ലാലേട്ടനാണ് മുൻപിൽ നിൽക്കുന്നതെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ ലാലേട്ടനെ പോലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർത്താനം നമുക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ലെജൻഡ് ആണ് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ പോയിട്ട് എന്താ പറയേണ്ടത്, ഒരു റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നല്ല നമ്മൾ പറയാം. ആ രീതിയിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ വീഡിയോ പോലും ലെങ്തായി പോകും. കാരണം അത്രയും കാര്യങ്ങൾ നമ്മൾ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറഞ്ഞു. കാരണം ഇവന്റെ പെരുമാറ്റവും ഈ രീതിയും കാണുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചു പോവാണ്. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവൻ ചെയ്തേക്കുന്നത്. ഇത് പറഞ്ഞു കേട്ട ഉടനെ തന്നെ ലാലേട്ടൻ ഒരു നിമിഷം സ്റ്റക്കായി പോയി. ലാലേട്ടൻ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നുപോയി. കാരണം ഇത്രയും കാലത്തെ കണ്ടസ്റ്റൻസിന് ഇടയ്ക്ക്, ഇത്രയും കാലത്തെ ബിഗ് ബോസിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ലാലേട്ടനെ ഇത്രയും മോശം രീതിയിൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് ലാലേട്ടനെ കളിയാക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇന്നേവരെയും ഇത്രയും ബിഗ് ബോസിനിടയ്ക്ക് ഒരാളും ലാലേട്ടനെ ഇത്രയും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, അവൻ പറയുന്ന ഉത്തരങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവന് പറ്റുന്നില്ല. അപ്പുറത്ത് നിന്നിട്ട് ശാരിക പറയുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നിനക്ക് എഴുന്നേറ്റ് നിന്നിട്ടെങ്കിലും മിനിമം നീ ചോദിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അവനിങ്ങനെ കൊണന്ന് പറഞ്ഞു എന്തൊക്കെയോ പറയാണ്. അല്ലാതെ അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാകുന്നില്ല. എന്നെ ഊരാണോ അതോ നീ കറക്റ്റായിട്ട് ചോദിക്കാണോ? എന്നെ ഊരാൻ വേണ്ടി ചോദിച്ചാണോ അതോ ടാസ്ക് ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ആ സമയത്ത് എനിക്കറിയില്ല. ബിഗ് ബോസ് പറയപ്പോ കണ്ടില്ലേ, അതായത് ലാലേട്ടൻ ഇന്നവർ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കണ്ടല്ലോ, എന്നെ നീ ഊരാണോ, എന്നെ നീ കളിയാക്കുവാണോ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാല് ഇത്രയും നല്ല രീതിയിലുള്ള മറുപടി അവിടെ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല മറുപടി കൊടുക്കേണ്ടത്. അവരെ പിടിച്ച് പുറത്തിടേണ്ട കാര്യം കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാല് അവരങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഒന്നോ രണ്ടോ മൂന്നോ തവണയല്ല ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഡിസ്റെസ്പെക്ട് എന്ന് പറയുന്നത് അവന്റെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നതാണെന്ന് തോന്നുന്നത്. കാരണം അവന്റെ മെച്യൂരിറ്റി ഇല്ലാത്ത പ്രവൃത്തി, ഓരോരോ ബിഹേവിയർ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാല് ഭയങ്കര മോശമായിട്ടാണ് ഈ ബിഹേവ് ചെയ്യുന്നത്. 23 വയസ്സെന്ന് പറയുന്നത് അത്ര ചെറിയ വയസ്സൊന്നും അല്ല. നമുക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നിൽക്കുന്നത് ലാലേട്ടന്റെ മുൻപിലാണ് എന്നുള്ള ബോധവും വിവരവും ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥലകാല ബോധമില്ലാതെ ഒരു സൈക്കോപാത്തിന്റെ മാതിരിയാണ് ഇവൻ പെരുമാറുന്നത്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടാണ് ഇവൻ പെരുമാറുന്നത്. അത് നമുക്ക് ഒരിക്കലും എന്താ പറയണത്, ആ രീതിയിലുള്ള പെരുമാറ്റം ഒക്കെ കാണിക്കുന്ന ഒരാളെ എന്തിനാണ് അവിടെ വെക്കുന്നത്? ഒരു സ്വന്തം ബിഗ് ബോസിനെയോ ലാലേട്ടനെയോ റെസ്പെക്ട് ചെയ്യാത്ത ഇങ്ങനെ ഒരുത്തനെ അവിടെ വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഉറങ്ങുമ്പോ വെച്ചോളൂ, അത് ഊരിപ്പോയാൽ വീണ്ടും തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ, അതാണ് ഇന്നലെ അവന് കൊടുത്തതിന്റെ, അതായത് തലേ ദിവസം അവൻ നല്ലോണം കൊടുത്തല്ല ലാലേട്ടൻ, അതിന്റെ ഒരു റിവെഞ്ച് മോഡലാണ് ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മനഃപൂർവ്വം അങ്ങ് കളിയാക്കാണ്. എന്നിട്ടും ഇത്രയും പറഞ്ഞിട്ടും അപ്പുറത്തുനിന്ന് ശാരിക പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ തന്നെ നീ ഒന്ന് എണീറ്റ് നിന്നിട്ട് ചോദിക്കും, അതിനുള്ള ആ റെസ്പെക്ട് നീ കൊടുക്കുന്നുള്ള രീതിയിൽ ശാരിക പറയുമ്പോഴും ഇവൻ പറയുന്നത് അത് ടാസ്ക് അല്ലേ, അത് മറ്റേതല്ലേ. കാരണം അത്രയും ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരുത്തൻ എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയം കണ്ടിട്ട്. ഇതുപോലെ ഇതിന് ശേഷം ഇവൻ ലാലേട്ടനെ ഇവൻ എന്നൊക്കെ വിളിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ FB-യിലൊക്കെ പോസ്റ്റ് കണ്ടൊരു കാര്യം, അതുപോലെ സീക്രട്ടൈസിന്റെ വീഡിയോയിൽ അവർ പറയുന്നതായിട്ട് ഞാൻ കണ്ടു ഇന്നലെ. അതായത് അവൻ എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചു. അത് നെവിനെയാണോ വിളിച്ചത് ലാലേട്ടനെയാണോ വിളിച്ചത് അറിയില്ല, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇവൻ അഥവാ ഇനി ലാലേട്ടനെ പോയിട്ട് ഇനി അവനും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാല് ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻകാരടക്കം ഞാൻ പറയും ഇവന് ആരും വോട്ട് കൊടുക്കരുത് എന്ന് തന്നെ ഞാൻ പറയും. ഇവന് ഒരാളും വോട്ട് കൊടുക്കരുത്. കാരണം ഇന്നേ വരെ ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല. കാരണം അത്രയും
മോശം കണ്ടസ്റ്റന്റിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മള് ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നതല്ലേ, കഴിഞ്ഞ സീസൺ അതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. പക്ഷെ ഇന്നേ വരെ ഇത്രയും മോശം ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ശനിയാഴ്ച കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവൻ ഇരുന്നൊരു ഇരുത്തമുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. കാലും വെച്ചിട്ടും ഞാനത് വീക്കെൻഡ് എപ്പിസോഡ് തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് ഭയങ്കരമായിട്ട് എല്ലാവരും നോർമലി ലാലേട്ടന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ലാലേട്ടന്റെ മുഖം അടക്കം ഞാൻ ശ്രദ്ധിച്ചതാണ്. ആ സമയത്ത് ലാലേട്ടന്റെ മുഖത്ത് തന്നെ കാണാനുണ്ടായിരുന്നു. അതായത് പറയാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ഒരു റെസ്പെക്ട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതല്ലോ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ലാലേട്ടൻ ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും അതായത് അവനെ എടുത്ത് പുറത്ത് കളയാതെ ഈ രീതിയിൽ എങ്കിലും കാണിച്ചത്. അവരിയ്ക്കുന്ന ഒരു ഇരുത്തം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവൻ ആരാണ്? ഇവൻ രാജാവാണ്. ഞാനെന്തോ വലിയ രാജാവാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്നുള്ള രീതിയിലാണ് ഇവന്റെ ഒരു കാര്യം. അതായത് ലെജൻഡ് ആയിട്ടുള്ള മോഹൻലാൽ പോലും ലാലേട്ടൻ പോലും ഇവന്റെ കീഴിൽ വന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇവന്റെ ഒരു കാര്യങ്ങളൊക്കെ. അത്രയും മോശം രീതിയിലുള്ള സ്വഭാവമാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരുപാട് കമന്റുകൾ FBയിൽ ഇവനെതിരെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലാലേട്ടനെ അടക്കം അപമാനിക്കുക എന്ന് പറയുന്നത് ഇന്നേ ഒരു ചരിത്രത്തിൽ ഒരു ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അക്ബർ ലൈവിൽ കുറച്ച് നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ആര്യനും ഇവര് കുറച്ച് ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടായിരിക്കും, ഞാൻ കേട്ടൊരു കാര്യം, അക്ബർ പറയാണ് ആര്യന്റെ അടുത്ത്, ആദ്യമായിട്ടായിരിക്കും ഒരു ബിഗ് ബോസിൽ ലാലേട്ടൻ അങ്ങോട്ട് നീ എന്നെ ഊരുവാണോ എന്ന് ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത്രയും അവരടിയിരുന്ന് പറഞ്ഞിട്ടും ഇത്രയും ഇതാക്കിയിട്ടും സത്യം പറഞ്ഞാൽ ഈ ആര്യൻ എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ പറയത്തുള്ളൂ. അത്രയും വ്യക്തിക്ക് ഇത് സീരിയസ്നെസ്സോ കാര്യങ്ങളോ മനസ്സിലായിട്ടില്ല. അപ്പോഴും അവന്റെ ഉത്തരം നിങ്ങളൊന്ന് കേൾക്കുക. ഊരാണോ മോനെ എന്നുള്ള സാധനം ചോദിച്ചിട്ടുണ്ടാവുക. ഇന്ന് ഭാഷ ലെക്ചർ കൊടുത്ത ദിവസമാണ് ആ പറയണത്. ഇവന് ഇതിന് അവർക്ക് ഉത്തരം കൊടുക്കാണ്, ഇല്ല ലാലേട്ടാ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന്. അതായത് ഇല്ല ലാലേട്ടാ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് ഇവൻ പറഞ്ഞു എന്ന്. ഇവൻ എവിടെയാണ് എപ്പിസോഡിൽ അത് പറഞ്ഞേക്കുന്നത്? ഇനി ബാക്കി കൂടി കേൾക്കാം. ഇവൻ പറയാണ് ഇവൻ കുറച്ച് ഡയലോഗുകൾ ഇനി ബാക്കിയുള്ള കാര്യം പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ഉദ്ദേശിച്ചേയില്ല. അപ്പൊ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല മോനാന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. ശരി, ഫയർ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാരും നല്ല കാര്യങ്ങൾ മറന്നുപോയിട്ട് ബാഡ് കാര്യങ്ങൾ മാത്രമേ ഓർക്കാറുള്ളൂ. അതിന് ഇവൻ എന്ത് നല്ല കാര്യമാണ് ആ വീട്ടിൽ ചെയ്തേക്കുന്നത്? അതായത് ഈ ഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ നല്ല കാര്യങ്ങൾ ഇവൻ ചെയ്ത നല്ല കാര്യങ്ങൾ മറന്നിട്ട് വലിയ എന്തോ സംഭവം നല്ല കാര്യം അവിടെ ചെയ്തിട്ടുണ്ടെന്ന രീതിയിലാണ് പറയുന്നത്. വെറും പേടിത്തൊണ്ടൻ എന്ന് പറഞ്ഞാൽ ഇമാതിരി പേടിത്തൊണ്ടൻ. ഒരു എന്താ പറയുക, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ഒന്നും പറയുന്നില്ല. അത്രയും ഒരു രൺബീർ കപൂർ ആണെന്നും പറഞ്ഞ് നടക്കുകയാണ് ഇവൻ എവിടത്തെ രൺബീർ കപൂറാണ് ഇവൻ? ലാലേട്ടൻ തന്നെ അവനോട് കഴിഞ്ഞ ദിവസം ഇവനോട് പറഞ്ഞു, നീ രൺബീർ കപൂറിന്റെ ഒരു എന്താ പറയണത് ബന്ധുവിന്റെ ഒരു ബന്ധു എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ എങ്ങനെയെങ്കിലും പോട്ടെ വിഷമാകണ്ട എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞ് ഒപ്പിച്ചിട്ട് വിട്ടു. അതുപോലും കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാകാൻ പറ്റിയിട്ടില്ല. ഇവൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പം വന്ന് പറയാണ്, ലാലേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു, നിങ്ങളൊക്കെ വെറുതെ പറയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൊള്ളാത്തത് കൊണ്ടാണ്. കാരണം ഇത്രയും മോശം രീതിയിലുള്ള ലാലേട്ടനെ പോലും ഇൻസൾട്ട് ചെയ്തിട്ട് അപ്പുറത്ത് നമ്മുടെ അപ്പാനെയൊക്കെ ഇരുന്നിട്ട് പറയല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെ അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ പോലും ഇവൻ അടങ്ങിയിരിക്കുന്നില്ല, ഇവന് ഇങ്ങനെ കളിക്കാണ്. അപ്പോൾ ഇത്രയും മോശം രീതിയിൽ അപമാനിച്ചിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റോ കാര്യങ്ങളോ അതൊക്കെ യൂസ് ചെയ്യണം. അതായത് ഇത്രയും മോശം രീതിയിൽ നമ്മുടെ ലാലേട്ടനെ പോലും അപമാനിക്കുന്ന രീതിയിൽ ഇവൻ സംസാരിച്ചിട്ട് അവിടെ ഒരാൾ പോലും ഇവനെതിരെ ഒരു വാക്ക് പോലും പറയുന്നില്ല. ഇവനെ പേടിച്ചിരിക്കുന്ന മാതിരിയാണ്. അതായത് ഒരാളും ഇതൊരു കണ്ടന്റായി പോലും എടുത്തിട്ടില്ല. അതായത് ആരും ആ രീതിയിൽ സീരിയസ് ആയിട്ട് ഈ ഒരു വിഷയം എടുത്തിട്ടില്ല. പക്ഷെ പുറത്ത് ബിഗ് ബോസ് ഹൗസിനും പുറത്ത് ഇവൻ ഇറങ്ങുന്ന സമയത്ത് അത്ര ഇവരെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഹേറ്റ് ഉണ്ടാവുന്നതിൽ ഒരു സംശയവും വേണ്ട. അത്രയും മോശം രീതിയിലാണ് ഇവരൊരു ലെജൻഡിനെ പോലും, അവിടുത്തെ ഏറ്റവും വലിയതെന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന്റെ അവതാരകനായിട്ടുള്ള ആങ്കർ ആയിട്ടുള്ള നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള മോഹൻലാലിനെ പോലും ഇവൻ അപമാനിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. അല്ല, ഇത്രയും കാലമായിട്ട് ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ മഹാപ്രതിഭയാണ് ലാലേട്ടൻ. അവർക്ക് കൊടുക്കേണ്ട ആ വ്യക്തി മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ആ ഒരു റെസ്പെക്ട് നമുക്ക് വരും. പക്ഷെ ഇവരെന്തുവാണ് ഈ കാണിച്ചു കൂട്ടിയത്? ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസിലേക്ക് വിട്ടൊരു ആളുണ്ടായിരുന്നല്ലോ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് പൂജിത മേനോനോ.
അവരൊന്നും ഇവരെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും ഇതുവരെയും മിണ്ടിയിട്ടില്ല. അവർ പോലും ഇവന് വോട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട.